ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായിട്ട് പറമ്പിലൂടെയൊക്കെ തിരഞ്ഞുകൊണ്ടിരുന്ന കയ്യോന്നിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ഫ്രണ്ട്സ്. പണ്ട് കാലം തൊട്ടേ മുടി വളരാനുള്ള എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ് ഈ കയ്യോന്നി. ഇതെല്ലാവർക്കും അറിയാലോ. സാധാരണയായിട്ട് ഈ കയ്യോന്നി പാടവരമ്പത്തും കുളങ്ങളുടെ സൈഡിലും ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും നോക്കി നടന്നിട്ടുണ്ട്, പക്ഷെ എവിടെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ കണ്ടെത്തിയേ. കണ്ടോ, വെള്ളപ്പൂവായിട്ട് കുഞ്ഞു കുഞ്ഞു പൂവാട്ടോ. ഈ പൂവ് കൊഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ വിത്തായി മാറണേ. കയ്യോന്നിയുടെ ഇലയാണ് കേട്ടോ നമ്മൾ എണ്ണ കാച്ചാൻ ഉപയോഗിക്കണേ. മുടി വളരാൻ അടിപൊളി മരുന്നാട്ടോ ഇത്. കുഞ്ഞു കുഞ്ഞു ഇലയാണേ, കുറച്ച് നീളമുള്ള ഇലയാണ്. എല്ലാവരും പറമ്പിലൊക്കെ ഒന്ന് നോക്കണേ, കാണും. ഇപ്പോൾ ഈ ചെടികളൊക്കെ വളർന്നു വരുന്ന ടൈമല്ലേ, മഴ പെയ്തപ്പോൾ. കണ്ടു കഴിഞ്ഞാൽ അത് പറിച്ച് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടു വെച്ചാൽ മതി. നമുക്ക് ആവശ്യം വരുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാമല്ലോ. ഈ കയ്യോന്നിയൊക്കെ ഇപ്പോൾ കുളത്തിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാണാൻ പറ്റിയേ. ഇതിപ്പോൾ മഴയായല്ലോ, ഇനി ഈ കുളമൊക്കെ അങ്ങ് നിറയും. അപ്പോൾ ഇതൊക്കെ അങ്ങ് പോകും. കുറച്ച് കയ്യോന്നിയുടെ ചെടികളൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ടേ ചെടിച്ചട്ടിയിൽ അങ്ങ് നട്ട് വയ്ക്കണം. ഇനി ഇതൊന്നും കണ്ടു കിട്ടിയില്ലെങ്കിലോ. ഒരു നല്ല ചെടി കിട്ടിയിട്ടോ, പറിച്ചെടുക്കട്ടെ, നമുക്ക് ചെടിച്ചട്ടിയിൽ നടാമല്ലോ. ഇതേ ഒരെണ്ണം, അതുകൂടെ വലിക്കട്ടെ. ഇത്രയും കിട്ടിയിട്ടോ ഇല മതി, ഒന്ന് എണ്ണ കാച്ചാനുള്ളതുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ വന്ന് വലിക്കാമല്ലോ, വളരട്ടെ. പെട്ടെന്ന് ചെന്നിട്ടേ ചെടി നട്ട് വളർത്തട്ടെ, അല്ലെങ്കിൽ വാടിപ്പോവും. ഇത് ഇത്രയും കിട്ടിയിട്ടോ ചെടികൾ. മഴ പെയ്തത് കൊണ്ടേ വലിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇത് ചാണകപ്പൊടിയൊക്കെ ചേർത്ത മണ്ണാണേ, അപ്പോഴേ പെട്ടെന്ന് വളർന്നു വരും. പിന്നെ ഇതിൻ്റെ വിത്തൊക്കെ വീണ് തനിയെ മുളച്ചോളും. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഇത് നാളത്തേക്ക് നല്ല ഉഷാറായി നിൽക്കും കേട്ടോ. കയ്യോന്നിയുടെ പൂവ് കണ്ടോ, ഇതിൻ്റെ ഈ ഇതളുകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് പിന്നെ അത് വിത്തായി മാറും. അതാ ഈ അപ്പുറത്തായി കാണുന്നത്. ഇതേ പൂവ് കണ്ടോ, വെള്ളപ്പൂവ്, നടുക്കായിട്ടാണ് വിത്ത്. കണ്ടോ, ആ ഇതളുകളൊക്കെ പൊഴിഞ്ഞ് വിത്തായി മാറിയ ഇതിനി അങ്ങ് കറുത്ത നിറമാവും ഈ വിത്ത്. അപ്പോൾ അത് പാകിയ തനിയെ മുളച്ചു വരും. എന്താടാ രാമു, എന്ത് വേണം? ബ്രെഡ് വേണോ? രാമുവിൻ്റെ ഇരിപ്പ് കണ്ടോ, ബ്രെഡിനിരിക്കുക. രാമുവേ ദേ പോയി. എന്നാ വാ വാ. ദേ ചെടിയുടെ മുകളിലോട്ട് വീണു. അവനെ എടുത്തോളും. ആ പൂച്ച കണ്ടോ, അതിന് രാമുവിനെ പേടിയേ ഇല്ല. എണ്ണ ഒന്ന് കാച്ചി എടുക്കട്ടെ. ഒട്ടും ഇരിപ്പില്ല തലയിൽ തേക്കണ എണ്ണ. കയ്യോന്നിയുടെ ഇല മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ഗുണം അറിയാമല്ലോ. നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നേ ഒന്ന് മൂത്ത് വരട്ടെ, എന്നാലേ അതിൻ്റെ ഗുണം മുഴുവനായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളൂ. എന്നിട്ട് ഈ ഇലയൊക്കെ ഒന്ന് പൊടിച്ച് അതിൻ്റെ എണ്ണ മാത്രം ഒന്ന് ഊറ്റിയെടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. അരിപ്പയിൽ കിടക്കണ ഇത് ഒന്നുകൂടെ കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞെടുക്കട്ടെ. മതി. കണ്ടോ, അടിപൊളി പച്ച എണ്ണ. ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. പണ്ടൊരു സിനിമാ പാട്ടില്ലേ, കാച്ചെണ്ണ തേച്ച നിൻ കാർക്കൂന്തലത്തിൻ്റെ കാറ്റേറ്റാൽ പോലുമേ
കാച്ചെണ്ണയുടെ സ്മെല്ലാണ് ഈ കാച്ചെണ്ണയ്ക്ക്. എണ്ണ ആറി കേട്ടോ, ഇനി തലയിൽ തേക്കാം. നല്ല പച്ച എണ്ണ അല്ലേ, നീലബൃങ്കാതി പോലുണ്ട്. നമ്മൾ കയ്യൂന്നി മാത്രമല്ലേ ചേർത്തുള്ളൂ, എന്നിട്ട് ഈ കാച്ചെണ്ണ തേച്ച നിൻ കാർക്കൂന്തലത്തിൻ്റെ ഒരു 20 മിനിറ്റ് ആയിട്ടോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. നോക്കിക്കേ, നല്ല മിനുസമുള്ള മുടി കേട്ടോ, അടിപൊളി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പറമ്പിലൊക്കെ നോക്കിയാലേ കയ്യോന്നിയൊക്കെ കിട്ടും. ശരി, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ശരി, തങ്കു.